ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും ഇന്ന് വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഗോൾഡും സിൽവറും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം ബ്രന്റ് ക്രൂഡ് ഓയിലും ബെറ്ററാണ്. ഇന്നലെ വലിയ രീതിയിലാണ് ഗ്ലോബലി എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും റാലി ചെയ്തിരുന്നത്. അതേസമയം കമോഡിറ്റികളിൽ ഇന്നലെ ഗോൾഡിലൊക്കെ ഇനീഷ്യലി നല്ല രീതിയിലുള്ള മുന്നേറ്റമൊക്കെ കണ്ടിരുന്നു. അതിനുശേഷം ഗോൾഡിലൊരു സെല്ലിംഗ് പ്രഷറൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ വീണ്ടും ഗോൾഡ് മുന്നേറാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ വീക്കിലി ഗോൾഡ് ഡാറ്റ, ETF-കളുടെ ഡാറ്റ, അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകളുടെ മാർച്ച് മാസത്തെ ഡാറ്റയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സെൻട്രൽ ബാങ്കുകൾ മാർച്ച് മാസത്തിൽ ഗോൾഡ് വാങ്ങിയിരിക്കുക തന്നെയാണ്. ചൈനീസ് സെൻട്രൽ ബാങ്ക് 5 ടൺസ് വാങ്ങിയിട്ടുണ്ട്. പോളണ്ട് സെൻട്രൽ ബാങ്ക് 13 ടൺസ് വാങ്ങിയിട്ടുണ്ട്. ടർക്കിഷ് സെൻട്രൽ ബാങ്ക് ആണ് ടോട്ടലി 118 ടണ്ണിലധികം ഗോൾഡ് വിറ്റിരിക്കുന്നത്. അതിൽ 46 ടൺസ് റിയൽ സെല്ലിങ്ങും മറ്റ് ഫിഗർ സ്വാപ്പിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ് മാർച്ച് മാസത്തിൽ ഗോൾഡിനൊരു ഉണർവ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏപ്രിൽ 3 അവസാനിച്ചിട്ടുള്ള വീക്കിലി ഡാറ്റ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ബാങ്കുകൾ മാർച്ച് മാസത്തിലെ 4 ആഴ്ചകൾ കണ്ടിന്യൂസ് ആയിട്ട് സെൽ ചെയ്തതിന് ശേഷം ഏപ്രിൽ 3 അവസാനിച്ചിട്ടുള്ള അവസാനത്തെ ആഴ്ചയിൽ ഗോൾഡ് വീണ്ടും വാങ്ങിയിരിക്കുകയാണ്. ലാറ്റിൻ അമേരിക്കയിൽ, യൂറോപ്പിൽ, ഏഷ്യയിലൊക്കെ ETF-കൾ ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ഉണ്ടായിട്ടുള്ള സമയങ്ങളിലെല്ലാം തന്നെ സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ് ക്വാണ്ടിറ്റി കൂടിയിരിക്കുകയാണ്. ഒപ്പം ETF-കളിലും ബൈയും വന്നിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഗോൾഡിന് വീണ്ടും ഒരു സേഫ് ഹെവൻ സ്റ്റാറ്റസ് നൽകാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു പോസിറ്റീവ് ബയാസൊക്കെ ഗോൾഡ് പ്രൈസിൽ കണ്ടേക്കാം. ഒപ്പം ഒരു ഒപ്പീനിയൻ പോളൊക്കെ നടത്തിയിരുന്നു ട്രേഡേഴ്സിൻ്റെ ഭാഗത്തൊക്കെ ഗോൾഡിൻ്റെ ഫ്യൂച്ചർ മൂവ്മെൻറ്റ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ സിൽവറിൻ്റെ ഫ്യൂച്ചർ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് എല്ലാവരും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. മെജോറിറ്റി ഒപ്റ്റിമിസ്റ്റിക് ആണ്. ഈ ന്യൂസും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം ഇന്ന് ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. $97 പെർ ബാരലിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ അനൗൺസ് ചെയ്തിരുന്ന ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സീസ് ഫയറിന് ശേഷം വീണ്ടും ആക്രമണങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അപ്പം ഈ സീസ് ഫയർ എത്രത്തോളം ബലവത്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വിപണിക്കൊക്കെ സംശയമുണ്ട്. എന്നിരുന്നാലും മെജോറിറ്റി ഒപ്റ്റിമിസ്റ്റിക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കോഷ്യസ് സ്റ്റാൻഡ് എടുക്കാനാണ് മാർക്കറ്റുകളിൽ പൊതുവെയുള്ള സാധ്യത കാണുന്നത്. ഇന്നലെ അമേരിക്കയിലും വലിയ രീതിയിൽ മുന്നേറ്റമായിരുന്നു. ഓപ്പൺ ടെക്നോളജി സ്റ്റോക്കുകളിൽ ടെസ്ല ഒഴികെയുള്ള എല്ലാ സ്റ്റോക്കുകളും വളരെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം സാൻഡ് ഡിസ്ക് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്ന സീഗേറ്റ് ടെക്നോളജീസ്, വെസ്റ്റേൺ ഡിജിറ്റൽ കോർപ്പറേഷൻ, ഈ സ്റ്റോക്കുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്റൽ കോർപ്പറേഷൻ പുതിയ 52 വീക്ക് ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. സാൻഡ് ഡിസ്കിന്റെ ഓഫർ ഫോർ സെയിൽ വരികയാണ് അമേരിക്കയിൽ. വെസ്റ്റേൺ ഡിജിറ്റലിന്റെ സബ്സിഡിയറിയാണ് സാൻഡ് ഡിസ്ക്. ഫ്ലാഷ് മെമ്മറി ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഓഫർ ഫോർ സെയിൽ $545 പെർ ഷെയറിനാണ് സാൻഡ് ഡിസ്ക് ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുള്ള പുതിയ റെക്കോർഡ് ഹൈ. $807.99 ആണ്. തീർച്ചയായിട്ടും 2031-32 വരെ ഫ്ലാഷ് മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ഡ്രൈവുകളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കപ്പാസിറ്റിയൊക്കെ കൂട്ടാനായിട്ട് ഈ കമ്പനികൾക്കെല്ലാം തന്നെ പരിമിതികളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിനനുസരിച്ച് ഈ കമ്പനികളുടെ സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷനൊക്കെ ഇന്നലെ വന്നിരുന്നു. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബാങ്കുകളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ന്യൂസ് വരുന്നത് RBI ബാങ്കുകളുടെ ക്യാപിറ്റൽ അഡിക്വസി നോംസിൽ ചേഞ്ചസ് കൊണ്ടുവരികയാണ്. ഇതുവരെ ക്വാർട്ടർലി പ്രോഫിറ്റ് ഒന്നും തന്നെ കൺസിഡർ ചെയ്യാനായിട്ട് അനുമതി ഉണ്ടായിരുന്നില്ല. സ്ട്രിക്റ്റ് NPA പ്രൊവിഷനൊക്കെ ഉണ്ടായിരുന്നു. ഇതില്ലാതെ തന്നെ ക്വാർട്ടർലി പ്രോഫിറ്റും കൂടി ക്യാപിറ്റൽ അഡിക്വസിയിൽ കൺസിഡർ ചെയ്യാൻ ഡിസിഷൻ എടുക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പൊതുവെ ബാങ്കുകളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ KEC ഇന്റർനാഷണൽ 2518 കോടി ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഒപ്പം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ആക്മെ സോളാർ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് മുതൽ Q4 റിസൾട്ടുകൾ വന്നു തുടങ്ങുകയാണ്. TCSന്റെ റിസൾട്ടാണ് ആദ്യത്തെ മേജർ കമ്പനി റിസൾട്ടായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ Q4 റിസൾട്ടും ആനുവൽ റിസൾട്ടും അതുപോലെ തന്നെ ഡിവിഡൻഡും ഫൈനൽ
ഫൈനൽ ഡിവിഡൻസ് ഒക്കെ കമ്പനികൾ അനൗൺസ് ചെയ്യാൻ പോവാണ്. അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ കണ്ടേക്കാം. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ്, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പൊതുവെ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളുടെ ഗ്രോത്ത് സ്ലൈറ്റ്ലി താഴെയാണ്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ലക്ഷറി സെയിൽസ് ഒക്കെ താഴെ വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിനനുസരിച്ച് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, DLF, അതുപോലെ തന്നെ ലോധ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, ഒബറോയ് റിയാലിറ്റി സ്റ്റോക്കുകളിലൊക്കെ സ്റ്റോക്ക് പ്രൈസ് ടാർജറ്റുകൾ താഴേക്ക് റിവൈസ് ചെയ്തിട്ടുണ്ട്. സ്ലൈറ്റ് നെഗറ്റീവ് ആണ് ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ സംബന്ധിച്ച്. പക്ഷേ ഈ ക്രൈസിസ് സമയത്ത് വലിയ രീതിയിൽ താഴെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവാനുള്ള സാധ്യതകളില്ല. എന്നിരുന്നാലും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ ഈ ന്യൂസും കൂടി കൺസിഡർ ചെയ്യുന്നുള്ളത് സജഷനാണ് എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ മൺസൂണിനെ സംബന്ധിച്ച് സ്കൈമെറ്റിന്റെ ആദ്യത്തെ പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് എക്സസ് റെയിൻഫാൾ ആയിരുന്നു ഇന്ത്യയിൽ. പക്ഷേ ഈ വർഷം റെയിൻഫാൾ ഡെഫിസിറ്റ് ആയിരിക്കുന്നതാണ് പറയുന്നത്, ബിലോ നോർമൽ ആയിരിക്കുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. കാരണം നമ്മുടെ എക്കണോമിയെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അഗ്രികൾച്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെതായ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഒരുപക്ഷെ മാർക്കറ്റിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നൊരു മെയിൻ ബോർഡ് IPO വരുന്നുണ്ട്. ഓം പവർ ട്രാൻസ്മിഷൻ ലിമിറ്റഡ് ആണ്. നല്ലൊരു IPO ആണ്. 175 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്ത് 13-ാം തീയതിയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ പവർ റിലേറ്റഡ് കമ്പനിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ലോങ് റണ്ണിൽ ഒരു പക്ഷേ നല്ല രീതിയിലുള്ള ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ഒപ്പം മറ്റ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ റെയിൻബോ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതോടൊപ്പം തന്നെ പല സ്റ്റോക്കുകളിലും പ്രൊമോട്ടേഴ്സൊക്കെ എന്തെങ്കിലും ബൈ ചെയ്തിട്ടുണ്ട്. ഒപ്പം പൊതുവെ നോക്കുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റിലുണ്ടായിട്ടുള്ള ബെറ്റർ അല്ലെങ്കിൽ നല്ലൊരു ഗെയിനിന് ശേഷം ഇന്നൊരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് മാറിയേക്കാം. ഒപ്പം ക്രൈസിസ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അതിനനുസരിച്ച് മൂവ്മെന്റ് ആണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നിരുന്നാലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പല ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഇമ്പാക്റ്റ് ഒക്കെ അത് സ്റ്റോക്കുകളിലൊക്കെ കാണാം. ഒപ്പം നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റേഴ്സ് നല്ല പ്രോഫിറ്റിലാണ് ഇരിക്കുന്നത്. എത്രത്തോളം പ്രോഫിറ്റ് തങ്ങൾക്ക് ആവശ്യമാണ്, സാറ്റിസ്ഫൈഡ് ആണ്, അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഡിസിഷനൊക്കെ ഇൻവെസ്റ്റേഴ്സിന് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.